ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ, അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ പോസ്റ്റിൻ്റെ പേര് വരുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ എന്നാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് വരുന്നത്. അപ്പം ഏതൊക്കെ സബ്ജക്ട്സ് പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. നാഷണാലിറ്റി വരുന്നത് ഇന്ത്യൻ സിറ്റിസൺ. സ്കെയിൽ ഓഫ് പേ വരുന്നത് 28,800 രൂപ മുതൽ 79,200 വരെയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 ആണ്. SC ST OBC പോലുള്ള കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് BSc ഇൻ അഗ്രികൾച്ചർ ഓർ BSc വിത്ത് ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഫുഡ് സയൻസ്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ BSc ഇൻ ഈ പറഞ്ഞ ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഫുഡ് സയൻസ് ഇവയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് BSc ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ BTech ഓർ BE ഇൻ ഫുഡ് സയൻസ്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് BTech ഓർ BE ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ പ്രൊഫഷൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സും മസ്റ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇങ്ങനെ 3 സ്റ്റെപ്പുകളിലായിട്ടാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത്. അതിൽ ഓൺലൈൻ ടെസ്റ്റിലേക്ക് വരുമ്പോൾ 2 ഫേസുകളായിട്ടാണ് എക്സാംസ് നടക്കുന്നത്. അതിൽ ഫേസ് 1ൽ വരുന്നത് 4 ടോപ്പിക്കുകളാണ്. ഇംഗ്ലീഷ്, റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ സ്റ്റഡീസ്. ഈ 4 ടോപ്പിക്കുകൾക്കും 25 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. 25 മാർക്ക് വീതമായിരിക്കും ഓരോന്നിനും 15 മിനിറ്റ് ഡ്യൂറേഷനും ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 60 മിനിറ്റ് ആയിരിക്കും നമുക്ക് ടൈം കിട്ടുന്നത് ഈ എക്സാമിനായിട്ട്. ഓരോ സെക്ഷനും 15 മിനിറ്റ് വീതമാണ് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫേസ് 2ലേക്ക് വരുമ്പോൾ ഫേസ് 2ൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം അങ്ങനെ 2 സെക്ഷൻസ് ആയിട്ടാണ് എക്സാംസ് വരുന്നത്. അതിൽ ഫേസ് 2ൽ വരുന്ന മെയിൻ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നിവയാണ്. ഇതിൽ ഗ്രൂപ്പ് A എന്നും ഗ്രൂപ്പ് B എന്നും തിരിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പ് Aയിൽ അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി ആണ് വരുന്നത്. ഗ്രൂപ്പ് Bയിൽ വരുന്നത് അഗ്രികൾച്ചർ, കെമിസ്ട്രി, ഫിസിക്സ് ആണ്. ഗ്രൂപ്പ് A ആണോ ഗ്രൂപ്പ് B ആണോ എന്നുള്ളത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണിത്. അപ്പം FCI പോലുള്ള ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത്. അഗ്രികൾച്ചർ കഴിഞ്ഞവർക്കും സുവോളജി, ബോട്ടണി ഒക്കെ കഴിഞ്ഞവർക്കും ഒക്കെ ഇതൊരു വളരെ നല്ലൊരു അവസരമാണ്. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ടൈം കിട്ടും പഠിക്കാനൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം നോട്ടിഫിക്കേഷൻ എന്തായാലും ഉടൻ തന്നെ വരുന്നതാണ്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസും ഉണ്ടാവും. അപ്പം ഈ ഒരു അവസരം മിസ്സാക്കാതെ എല്ലാവരും ഇപ്പോൾ തന്നെ ഇതിനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിനായിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.